അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോക അഭയാർത്ഥി ദിനത്തെ കുറിച്ചാണ്. എല്ലാ വർഷവും ജൂൺ 20-ാം തീയതി ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു. സ്വന്തം രാജ്യത്തെ യുദ്ധം, ആഭ്യന്തര കലാപം, മതവർഗീയ പീഡനം, മനുഷ്യാവകാശ ലംഘനം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം സ്വന്തം നാടും വീടും വിട്ട് മറ്റൊരു സ്ഥലത്ത് അഭയം തേടാൻ നിർബന്ധിതരാകുന്നവരെയാണ് അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യന് സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപിരിയുക, വിദ്യാഭ്യാസം നഷ്ടപ്പെടുക, തൊഴിലും സ്വത്തുക്കളും നഷ്ടപ്പെടുക, സുരക്ഷിതത്വമില്ലാത്ത ജീവിതം നയിക്കുക തുടങ്ങിയ നിരവധി പ്രയാസങ്ങളാണ് അഭയാർത്ഥികൾ നേരിടുന്നത്. പലപ്പോഴും ചെറിയ കുട്ടികളും സ്ത്രീകളും വയോജനങ്ങളുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾക്ക് സംരക്ഷണവും സഹായവും നൽകുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. എന്നാൽ അഭയാർത്ഥികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ്. ലോക അഭയാർത്ഥി ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം അഭയാർത്ഥികളുടെ ധൈര്യത്തെയും അതിജീവന മനോഭാവത്തെയും ആദരിക്കുക എന്നതുമാണ്. അനേകം പ്രതിസന്ധികൾ നേരിട്ടിട്ടും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു. അവരുടെ ഈ പോരാട്ടം നമ്മെ ക്ഷമയും പ്രതീക്ഷയും പഠിപ്പിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലും അഭയാർത്ഥിത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നേരിട്ട പീഡനങ്ങൾ കാരണം മദീനയിലേക്ക് ഹിജ്റ ചെയ്യേണ്ടി വന്നു. മദീനയിലെ അൻസാറുകൾ അവരെ സ്നേഹത്തോടെയും സാഹോദര്യത്വത്തോടെയും സ്വീകരിച്ചു. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയ പാഠം ദുരിതത്തിലായിരിക്കുന്നവരെ സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ വിദ്യാർത്ഥികളായാലും സാധാരണ പൗരന്മാരായാലും മനുഷ്യ സ്നേഹവും സഹാനുഭൂതിയും വളർത്തിയെടുക്കണം. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും സഹായിക്കാനും തയ്യാറാകണം. ലോകത്തിൽ ഒരാൾ പോലും സുരക്ഷിതത്വമില്ലാതെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവസാനമായി, ലോക അഭയാർത്ഥി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. അഭയാർത്ഥികൾ അക്കങ്ങളല്ല, അവർ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വികാരങ്ങളും ഉള്ള മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമേകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഓരോ അഭയാർത്ഥിക്കും ഒരു കഥയുണ്ട്. അവരുടെ കഥ കേൾക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മനുഷ്യ സ്നേഹമാണ് ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.